നമസ്കാരം. മഞ്ചവളകം തൃപ്പൂലൂരാണ്. ഇവിടെ ഒരു ബൈക്ക് മെക്കാനിക്കുണ്ട്. ഇടവേള സമയങ്ങളിൽ അദ്ദേഹം ചെയ്യുന്ന ഒരു ജോലിയുണ്ട്. അതായത് ഈ ചിരട്ടകളിൽ വിസ്മയം തീർക്കും. ആ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. നമ്മൾ പറഞ്ഞ ആ ബൈക്ക് മെക്കാനിക് തകർത്ത പണിയിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മഞ്ചവളം തൃപ്പല്ലൂരിലെ ശംഭുവിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ശംഭു, നമസ്കാരം. ഇത് എത്ര വർഷം കൊണ്ടാണ് ഈ മെക്കാനിക്ക് പരിപാടി തുടങ്ങിയത്? മെക്കാനിക്ക് തുടങ്ങിയിട്ട് ഒരു 4-5 കൊല്ലം. 4 കൊല്ലമായി. ഇതിൻ്റെ ഇടയ്ക്ക് മെക്കാനിക്കിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഇടവേള സമയങ്ങൾ തീർക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെന്താണ് ഒരു തികച്ചും വ്യത്യസ്തമായ രീതി? ഒരു കൗതുകത്തിൻ്റെ പുറത്ത് നമ്മളിവിടെ തൃപ്പല്ലൂർ അമ്പലത്തിൽ പാലക്കാട്ടിൽ നിന്ന് സുയിത്തെന്ന് പറഞ്ഞ് എൻ്റെ ഒരാശാനെന്ന് പറയാം, പഞ്ചവാദ്യത്തിൻ്റെ ഒരു പുള്ളിയുണ്ട്. അപ്പോൾ പുള്ളിയുടെ നേതൃത്വത്തിൽ ഒരു കുടുക്ക വീണയെന്നാണ് തുടക്കം ആദ്യം. പിന്നെ അങ്ങനെ ചെയ്തു ഒരുപാട് സാധനങ്ങൾ ചെയ്തു. പിന്നെ ഇപ്പോൾ അങ്ങനെ ഒരുപാട് അറ്റൊന്നും ചെയ്ത് വയ്ക്കാൻ പറ്റണില്ല. അങ്ങനെ ചെയ്ത് വെച്ച് ഉടനെ തന്നെ ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെയൊക്കെ. ഇത് പഠിച്ചിട്ടുണ്ടോ ഇത്തരത്തിൽ എന്തെങ്കിലും? ഇല്ല, പഠിച്ചിട്ടൊന്നുമില്ല. എവിടെയാണ് ഈ ചിരട്ട കൊണ്ടുള്ള വിസ്മയം തീർക്കുന്ന സ്ഥലം? എവിടെയാണ്? ഇതാണ് നമ്മുടെ വർക്കിംഗ് ശാല. ചിരട്ട എന്ന് പറയുമ്പം ഇതിപ്പം നമ്മൾ ഓരോ സാധനത്തിനും ഓരോ അളവ് ചിരട്ടയാണ്. അത് ആദ്യം അതിൻ്റെ അലൈൻമെൻറ്റ് നോക്കി ചിരട്ട കറക്റ്റ് ചെയ്തെടുത്ത് ആസോ ബ്ലേഡിനാണ് കട്ട് ചെയ്യണേ. ഫ്രെയിം ഉപയോഗിച്ച് വേറെ മിഷ്യൻ വർക്കൊന്നുമല്ല, ഫ്രെയിമാണ്. ആസോ ബ്ലേഡിന് കട്ട് ചെയ്ത് ആവശ്യാനുസരണം പീസുകളാക്കിയാണ് ഇതേപോലുള്ള രൂപങ്ങൾ ചെയ്തെടുക്കണം. ഇതെങ്ങനെ സമയം ഈ ബൈക്ക് ഈ മെക്കാനിക്സിൻ്റെ എങ്ങനെ സമയം കിട്ടുമോ? അതോ? ബൈക്ക് മെക്കാനിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും കാണൂല. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്പലങ്ങളിൽ എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോൾ അങ്ങനെ പോകും. അപ്പോൾ പിന്നെ ഒഴിവ് സമയങ്ങളിൽ ബൈക്ക് മെക്കാനിക്ക് ഇല്ലാത്ത സമയം. എന്തൊക്കെ രൂപങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുവരെയായിട്ടും? ഭസ്മച്ചെപ്പ് എന്ന് പറഞ്ഞ ഒരു രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു പുള്ളി പറഞ്ഞ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അടുത്ത് പിന്നെ കുടുക്ക വീണമെന്ന് പറഞ്ഞ് ഇതൊരു 3-4 ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തിരുവനന്തപുരത്ത് ഒരു പുള്ളിക്കും ഇവിടെ നെയ്യാറ്റിങ്കര ഒരു പുള്ളിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ തൂക്ക് വിളക്കും അതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം ഒരു പുള്ളിക്ക് ചെയ്ത് വെച്ചിരിക്കണം. അതായത് ഒരു പൂ ഉൾപ്പെടെ എല്ലാം വേറെ കപ്പാണ്, അതെല്ലാം ചിരട്ടയല്ല. ഇനി അടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള ലക്ഷ്യമുണ്ട്? ഇത് എന്തായാലും ആ ഒരു മനസ്സിൽ താല്പര്യം കാണുന്നത് പുതിയ എന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും പണിഞ്ഞിട്ടില്ലാത്ത അങ്ങനത്തെ മോഡലിൽ ബൈക്ക്, അങ്ങനത്തെ പുതിയ മോഡലുകൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം. ചിരട്ട കിട്ടുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ചിരട്ട എന്ന് പറഞ്ഞാൽ ഇപ്പം കടകളിലൊക്കെ എടുക്കണുണ്ട് ചിരട്ട. മുമ്പത്തെ പോലെ അല്ലാത്തതുകൊണ്ട് നമ്മളിപ്പം ഒരു തേങ്ങയുടെ ചിരട്ടയ്ക്ക് 1 രൂപയായിട്ടാണ് കളക്ട് ചെയ്യണത്. അതേപോലെ കളക്ട് ചെയ്തുകൊണ്ട് വെച്ചിരിക്കണത്. അത് നമ്മളിവിടെ പരിചയക്കാരടുത്ത് വീട്ടിൽ നിന്നൊക്കെ കളക്ട് ചെയ്തെടുക്കും. ഇതിൽ ഈ അവസാനത്തെ ഫിനിഷിംഗ് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതിന് ഒരു 4-5 കോട്ട് പോളിഷ് കഴിഞ്ഞാണ് ഈ രൂപം, ഈ ഫിനിഷിങ്ങിൽ എത്തണത്. ഇതൊക്കെ ചെയ്യാനാണെങ്കിൽ നല്ല വെയിലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ 1-1.5 ദിവസം കൊണ്ടൊക്കെ ഇതൊക്കെ ചെയ്തെടുക്കാം. ഈ ശംഖകം പണിയാനാണെങ്കിൽ 2 ദിവസമൊക്കെ വേണ്ടി വരും. കാര്യമെന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ അകത്ത് നമ്മളെ ഇതൊക്കെ ചുഴിയൊക്കെ പണിഞ്ഞെടുക്കണം. ഇല്ല, എല്ലാം കൈപ്പണിയാണ്. ഓരോരോ പീസ്, ചെറിയ പീസ് കട്ട് ചെയ്ത് വെച്ചാണ് ഇത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ പഴക്കമുള്ള ആ വീണ എത്ര ദിവസം വേണ്ടി വന്നു കൃത്യമായിട്ടും? ഇത് പണിയാൻ ഒരു 5 ദിവസം. കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൽ പെയിൻറ്റിങ് വരഞ്ഞ് വേണമുണ്ടാണ്. പിന്നെ ബാക്കി ഇതും പോളിഷ് ചെയ്ത് എല്ലാ സൈഡിലും കണ്ട പെയിൻ്റൊക്കെ ചെയ്ത് വരുമ്പോൾ 5 ദിവസം. ഇതും ഇപ്പോൾ ഒരു പുള്ളിക്ക് ചെയ്ത് വെച്ചിരിക്കണതാണ്. പുള്ളി നാട്ടിലില്ലാത്തതുകൊണ്ട്. എങ്ങനെ അറിഞ്ഞ ഇത്തരത്തിൽ ശംഭു ഇങ്ങനെ ഈ ചിരട്ടയുടെ ഈ വിസ്മയം തീർക്കുന്ന പരിപാടി? വിസ്മയം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സർപ്പപ്പാട്ടിന് വായിക്കണ ഒരു ഉപകരണം ഉണ്ടല്ലോ, പുള്ളുവമ്പീണേ,
അതിൻ്റെ ഈ കളിവീണ എന്ന് പറഞ്ഞൊരു സാധനം കൊച്ചിലെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിവിടെ തട്ടിൻ്റെ മേളയിൽ നിന്ന് എനിക്ക് ഇതേപോലെ വേറെ ഒരു സാധനം നോക്കിയപ്പോൾ കിട്ടി. അതിനൊന്ന് പുതുക്കി വച്ചപ്പം ഈ സുയിത്ത് ചേട്ടനാണ് കണ്ടിട്ട് ഇതേപോലെ ഒരു കുടുക്ക വീണയ്ക്ക് ഇതിലാണ് തുടക്കം. ഇതിൽ തുടങ്ങി പിന്നെ ഇതേപോലെ പല രൂപങ്ങൾ നിർമ്മിക്കാൻ. ഇപ്പം അത് കൂടുതലായിട്ട് ചെയ്ത് വയ്ക്കാനുള്ള സൗകര്യം കിട്ടണില്ല. ചെയ്ത് ഓർഡർ തരുന്നു, ചെയ്ത് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോകണുണ്ട്. വീട്ടിൽ അമ്മയുണ്ട്, അച്ഛയുണ്ട്, ഒരു കുഞ്ഞനിയുണ്ട്. ഇവരെല്ലാം എല്ലാവരും സപ്പോർട്ടാണ്.